ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്ലോവി ഡ്യൂയി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. ഈ കാണുന്നതാണ് ആ മേക്കപ്പ് ലുക്ക്. നമുക്കൊരു വിത്തിൻ ഗ്ലോ തരുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നല്ല രീതിയിൽ സ്കിന്ന് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഷാർലറ്റ് ടെൽബറിയുടെ മാജിക് ക്രീമാണ്. ഇത് നമ്മുടെ മാക്സ് ടോപ്പ് ക്രീമിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഇത് സാധാരണ ഡെയിലി മോയ്സ്ചറൈസേഷൻ ചെയ്യുന്ന പോലത്തെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വിത്തിൻ ആയിട്ടൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. മാജിക് ക്രീമിന് പകരം നിങ്ങൾക്ക് മെബലിൻ്റെ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാം, പാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഫെർസാലിയുടെ ഓയിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം, പ്രൈമർ ഓയിൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ വിത്തിനായിട്ടൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ പ്രൈമറാണ്. മാക്കിൻ്റെ പ്രൈമർ ഈ ഫുൾ സൈസ് പ്രോഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെനിക്ക് ഫ്രീബി ആയിട്ട് കിട്ടിയതാണ്. ഇത് നമ്മുടെ പോസ് ഉള്ള ഭാഗത്തെല്ലാം നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്ലറായിട്ടുള്ള ഫീൽ കിട്ടുന്നതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് ഈ പ്രൈമർ നമ്മുടെ മുഖത്ത് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കുക. ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് സെറ്റായി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷാർലറ്റ് ടെൽബറിയുടെ തന്നെ ഹോളിവുഡ് ഫിൽറ്ററാണ്. അത് 5.5 ടാൻ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സിലാണ് നമുക്കൊന്ന് ഗ്ലോ കിട്ടേണ്ടത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഭാഗങ്ങളിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അണ്ടർ ഐസിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതിലൊരു ടിൻ്റ് ഉള്ളത് കാരണം നമുക്ക് അണ്ടർ ഐസിൻ്റെ അവിടെയുള്ള ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്കിൻ കളർ അല്ലെങ്കിൽ സ്കിൻ ടിൻറ്റ് പോലെ ഇത് ആക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഡാർക്ക് മാർക്സ് ഉള്ള നമ്മുടെ പിമ്പിളിൻ്റെ പോയിൻറ്റ്സിൽ എല്ലാം ഒന്ന് ഫെയ്ഡാക്കി കാണിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. കാരണം ഇപ്പം നമുക്ക് ഗ്ലോയും ആയിട്ടുണ്ട്. ഇപ്പോൾ കോളേജ് അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുന്നവരാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മാത്രം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇത്തിരിയൂടെ ഡാർക്ക് പോയിൻറ്റ്സ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. കൺസീലർ എപ്പോഴത്തെയും പോലെ തന്നെ മെബലിൻ്റെ റിവൈൻ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് കാരമലാണ് കേട്ടോ. അപ്പം ഈ ഷെയ്ഡ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഡാർക്ക് പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഐസിൻ്റെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അണ്ടർ ഐസിൻ്റെ അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടുത്തെയും ഡാർക്ക് മാർക്സ് നമുക്ക് ഫെയ്ഡാക്കണമല്ലോ. അപ്പം അവിടെയും നമ്മൾ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പാക്കിൻ്റെ ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഫ്ലേക്കി ആയിട്ട് ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നല്ല രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ബ്യൂട്ടി സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതുപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ ഈ പാക്കിൻ്റെ ബ്രഷ് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കാരണം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബ്രഷാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്കും നമ്മൾ ഇതേപോലെ തന്നെ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മീഡിയം ഷെയ്ഡാണ്. അതായത് മെബിലിൻ്റെ റിവൈൻ കൺസീലർ മീഡിയം ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം രണ്ട് കളറായിട്ടിരുന്നാൽ ഭയങ്കര വൃത്തികേടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഐ ഷാഡോ യൂസ് ചെയ്യുവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ 06 എന്ന് പറയുന്ന പാലറ്റാണ്. അതിലെ മുകളിലത്തെ സെക്കൻഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പിങ്ക് ഷെയ്ഡ് കളറാണ്. ആ കളർ ഞാൻ ക്രീസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ സിമ്പിളായിട്ട് നമ്മൾ ഒരു കളർ മാത്രം യൂസ് ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പുറത്തെ കണ്ണിലും അതേപോലെ തന്നെ ആ കളർ ഉപയോഗിച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ തേർഡ് കളർ, മുകളിലത്തെ തന്നെ തേർഡ് കളർ യൂസ് ചെയ്ത് അതൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഒരു ബ്രൗണൂടെ മിക്സ് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ് പോലത്തെ കളറാണ് കേട്ടോ. ആ കളറ് ഞാൻ നമ്മുടെ കണ്ണിൻ്റെ എൻ പോർഷനിലും അതേപോലെ തന്നെ ലിഡിൻ്റെ ഭാഗത്തായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി വാല് പോലെ നീട്ടാനായിട്ടൂടെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ണിൻ്റെ ആ മേളത്തെ ക്രീസി മാത്രം മതിയെങ്കിൽ അങ്ങനെ മാത്രമായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇച്ചിരി വാല് പോലെ നീട്ടണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. ഞാനിവിടെ ഒരു ഇച്ചിരി വാല് പോലെ ഇത് നീട്ടിയാണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. എൻ പോർഷനിലും അതേപോലെ തന്നെ ആ ലിഡിൻ്റെ
അതായത് നമ്മുടെ ആ കുഴി വരുന്ന ഭാഗമുണ്ടല്ലോ, ആ കുഴിയിലാണ് മെയിൻലി ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതേ സെയിം സംഭവം താഴെയോട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീലർ ഇട്ട ഭാഗം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കെ ബ്യൂട്ടിയുടെ പൗഡർ യൂസ് ചെയ്യുകയാണ്. കെ ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യണത്. ഇത് മീഡിയം ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ കൺസീലർ ഇട്ടത് അവിടെയെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്ററാണ്. മെബിലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ മോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതുപയോഗിച്ച് ആദ്യം ഈ ബ്രഷ് ഉപയോഗിച്ച് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ വൻ പരാജയമായത് കാരണം ഞാൻ അടുത്ത ബ്രഷ് ഉപയോഗിച്ച് ഇത് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൈവച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൈവച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈസിലി ബ്ലെൻഡ് ആവുന്നത് നമ്മൾ കൈവച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ബ്രഷ് ഉപയോഗിക്കണമെന്നില്ല, അല്ലെങ്കിൽ വേറെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, നമ്മുടെ കൈവച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഹൈ പോയിൻറ്റ്സിലെല്ലാം ഞാൻ വീണ്ടും ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കണ്ണെഴുതുന്നുണ്ട്. ഇത് ഐടെക്സിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പം അതുപയോഗിച്ച് സാധാ കണ്ണെഴുതുന്ന പോലെ തന്നെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണും എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കണ്ണ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കെ ബ്യൂട്ടിയുടെ തന്നെ ഫോർച്യൂൺ എന്ന ഷെയ്ഡിലുള്ള ഐ ഷാഡോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് കണ്ണിൻ്റെ അകം ഒന്ന് എഴുതി കൊടുത്തിട്ട് പിന്നെ കെ ബ്യൂട്ടിയുടെ തന്നെ സ്പീഡ് എന്ന് പറയുന്ന കാജൽ ഉപയോഗിച്ചിട്ട് വാട്ടർ ലൈൻ ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ണൊന്ന് ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ ബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി കണ്ടാൽ അറിയായിരിക്കും ഒരു തിക്നെസ് ഉള്ള ബ്രോ തന്നെയാണ് എൻ്റേത്. അതുകൊണ്ട് എനിക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നല്ല ഷേപ്പിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എൻ്റെ ഒരു ഐബ്രോ ഡിഫറെൻറ്റ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഒരെണ്ണം നല്ല ഷേപ്പിലും ഒരെണ്ണം ഡിഫറെൻറ്റ് ഷേപ്പിലുമാണ്. അത് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരേപോലെ ഇരുന്നാലാണല്ലോ ഒരു ഭംഗി വരുന്നത്. അപ്പം അതിനുശേഷം ഈ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൽഫിൻ്റെ ഐബ്രോ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഡീപ്പ് ബ്രൗൺ ആണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പം നിങ്ങളിങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്യുന്നവരാണെങ്കിൽ പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ജെല്ലി യൂസ് ചെയ്യുക. ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ലിപ് ടിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ബ്ലഷ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. പക്ഷേ വലിയ കളറും കാര്യവും, അതായത് ഡസ്കി സ്കിൻ ടോണിന് ഇത് എത്രമാത്രം സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നമ്മൾ ബ്ലഷ് ഇട്ടൊരു ഫീലേ നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ബ്ലഷിൻ്റെ ഒരു ഫീല് കിട്ടാത്തത് കാരണം ഞാൻ വേറൊരു ബ്ലഷ് കൂടെ ഇതിന് ശേഷം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഒരു സട്ടിലായിട്ടുള്ളൊരു ബ്ലഷാണ്. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്, എങ്കിലും സട്ടിലായിട്ട് ഒരു ഫെയർ സ്കിൻ ടോൺകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരെണ്ണമാണ്. അതിനുശേഷം ഞാൻ കഫ് ആൻഡ് ലാഷസിൻ്റെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉപയോഗിച്ച് ഒന്നുകൂടി ഇത് ഫില്ല് ചെയ്ത് കൊടുത്ത് കിട്ടിയ ഒരു ഗ്ലോയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നല്ലൊരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മെബിലിൻ്റെ തന്നെ 06 എന്ന് പറയുന്ന മേഡീസി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ബ്രൗൺ റെഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താൽ മതി. അതായത് ഒരു ഡസ്കി സ്കിൻ ടോൺ ആണ്, ഡീപ്പ് ഡാർക്കർ ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ലിപ് ഷെയ്ഡ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മസ്കാരയാണ്. മസ്കാര ഇത് ലോറിയൽ പാരീസിൻ്റെ ലാഷ് വോളിയൂമിനസ് മസ്കാരയാണ്. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മസ്കാരയാണ്. ഇത് ഭയങ്കര റേവ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം ഇത് ഒറ്റ കോട്ട് ഇട്ടിട്ട് കാണുന്നതാണ് നിങ്ങൾ കാണുന്ന ലാഷസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ലാഷസ് വെച്ചൊരു എഫക്റ്റ് നമുക്ക് തന്നെ കിട്ടും. ഇത് ഒറ്റ കോട്ടേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളിപ്പം ഒരു 2-3 കോട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നല്ലൊരു മസ്കാരയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വാട്ടർ പ്രൂഫ് വേണ്ടവരാണെങ്കിൽ ആ മസ്കാരയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തത് നമ്മുടെ മുഖം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് വിഷ് കെയറിൻ്റെ റോസ് വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നെങ്കിൽ നമ്മൾ ഫാൻ ഉപയോഗിച്ചൊന്ന് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ
തനിയെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വിടുക. ഇതിന് ശേഷം നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യണമെങ്കിൽ ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുത്ത് ഇത്തിരി ഇറങ്ങിയതായത് കാരണം ഞാനിവിടെ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം നമ്മുടെ കഴുത്തിൻ്റെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്ലോവി ഡൂവി ആയിട്ടുള്ള ലുക്ക് അവിടെ ഇവിടെ നമുക്ക് തരുന്നതായിരിക്കും. ഇങ്ങനെ കഴുത്ത് ഇറങ്ങിയതൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ അപ്പം മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഗ്ലോവിയാണ്, ഡ്യൂവിയാണ്, അതേപോലെ തന്നെ സട്ടിലായിട്ടുള്ളതാണ്. ഈ കണ്ണിത്തിരി ഹൈലൈറ്റ് ആയെങ്കിലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു സട്ടിൽ തന്നെയാണ്. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണിത്. ഇനി നമ്മുടെ ഡ്രസ്സ്, ഇത് ഹൗസ് ഓഫ് വീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. നല്ല വിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. നമ്മുടെ നീ ലെങ്ത് വരെയാണ് ഇത് കിടക്കുന്നത്. അതുപോലെ തന്നെ പഫായിട്ടുള്ള സ്ലീവും യോക്കിൻ്റെയും കൈയുടെ അറ്റത്തും ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെയർഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ നെക്ലേസും ഗോൾഡൻ ഹൂപ്പ് ഇയറിങ്ങുമാണ് ഞാനിത് വെച്ച് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ടാറ്റാ.